നമസ്കാരം. വൈറ്റ്സ് ഓൺ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. സാറേ നമസ്കാരം. സാറേ, വെള്ളാപ്പള്ളി നടേശൻ സജീവ രാഷ്ട്രീയത്തിൽ അഭിപ്രായങ്ങൾ പറയുക എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുള്ള സംഭവങ്ങളാണ്. പക്ഷേ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അദ്ദേഹം പറയുന്ന രാഷ്ട്രീയ അഭിപ്രായങ്ങൾ ഒരു വർഗീയവാദിയുടെ സ്വഭാവത്തിലേക്ക് വരുന്നുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. അതുകൂടാതെ കേരളത്തിലെ CPM അകത്തു നിന്നും CPIക്ക് അകത്തു നിന്ന് പോലും പിണറായി വിജയനെതിരെ അതിശക്തമായ എതിർപ്പുകൾ ഉയർന്നു വരുമ്പോഴും അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ മാറ്റം വരുത്തണമെന്ന ആവശ്യങ്ങൾ ഉയരുമ്പോഴും വെള്ളാപ്പള്ളി നടേശൻ SNDPയുടെ ജനറൽ സെക്രട്ടറി അദ്ദേഹം മാത്രമാണ് പറയുന്നത് പിണറായി വിജയൻ്റെ ശൈലി ഇതാണെന്നും ഈ ശൈലി ഇനിയൊരിക്കലും മാറ്റേണ്ടതായി ഇല്ല എന്നൊക്കെ പറയുന്നു. അതുകൂടാതെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന മറ്റൊരു വിഷയമാണ് കോൺഗ്രസിൽ നിന്ന് ക്രിസ്ത്യാനികൾ അകന്നു തുടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ ക്രിസ്ത്യൻ വോട്ടുകൾ ഇനി കോൺഗ്രസിന് ലഭിക്കില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. കാരണം പറയുന്നിടത്തെല്ലാം രാഷ്ട്രീയത്തിന് ഈ ജാതിക്ക് എന്ത് പ്രസക്തി, മതത്തിന് എന്ത് പ്രസക്തി എന്നൊക്കെ ചോദിച്ചാൽ ഉണ്ട്. ജാതി മത സമവാക്യങ്ങളൊക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നോക്കിയിട്ടാണ് കാര്യങ്ങൾ നിശ്ചയിക്കുന്നതൊക്കെ. പക്ഷെ എങ്കിലും SNDPയുടെ ജനറൽ സെക്രട്ടറി ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെയും അതോടൊപ്പം തന്നെ ഈഴവ വിഭാഗത്തിൻ്റെയും ഒക്കെ പേരിൽ രാഷ്ട്രീയ കുതിരക്കച്ചവടത്തിനിറങ്ങുക, അല്ലെങ്കിൽ വർഗീയത പരത്തത്തക്ക രീതിയിൽ സമൂഹത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കാൻ സാധിക്കത്തക്ക രീതിയിൽ വർഗീയത പറയുമ്പോൾ അതിനെതിരെ രാഷ്ട്രീയ പാർട്ടികൾ തന്നെ മുന്നിട്ടിറങ്ങേണ്ട ഒരു സമയമാണ് എന്നെനിക്ക് തോന്നുന്നു. പക്ഷെ അതൊന്നും ഉണ്ടാവുന്നില്ല. ശരിക്കും വെള്ളാപ്പള്ളി എന്താണ് ഇപ്പോൾ ഉദ്ദേശിച്ചിരിക്കുക? ഇങ്ങനെയുള്ള അഭിപ്രായ പ്രകടനങ്ങൾ, അതായത് പിണറായിയെ സ്തുതി പാടുന്നു, അതോടൊപ്പം തന്നെ കോൺഗ്രസിൽ നിന്ന് മറ്റേ ക്രിസ്ത്യൻ വിഭാഗം അകന്നു കഴിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ വോട്ടുകൾ ഇനി കോൺഗ്രസിന് ലഭിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ എന്താണ് നാം കരുതേണ്ടത്? അല്ല, നമ്മളിൽ ഈ വെള്ളാപ്പള്ളി നടേശൻ എല്ലാ കാലത്തും വിവാദങ്ങൾ ഭക്ഷിച്ച് ജീവിച്ചുകൊണ്ടിരുന്ന ഒരാളാണെന്ന് നമുക്കറിയാം. ഇപ്പം ശ്രീനാരായണ പ്രസ്ഥാനം ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത് എന്നുള്ള സന്ദേശവുമായി മലയാളികളെ മാത്രമല്ല ഇന്ത്യയിലാകമാനം വലിയ രീതിയിലുള്ള നവോത്ഥാന സന്ദേശങ്ങൾ നൽകിയ ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിലുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരുന്നുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ ഇത്തരത്തിലുള്ള നിരന്തരമായ അബദ്ധങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണാതെ പോരും. ഇപ്പം അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് പിണറായി വിജയൻ എക്കാലത്തും അദ്ദേഹവുമായി വലിയ ബന്ധം കാത്തു സൂക്ഷിച്ച CPM നേതാവാണെന്ന് നമുക്കറിയാം. കാരണം ഇദ്ദേഹത്തിന് കാലത്തൊക്കെ പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ടോ ആ സമയത്തൊക്കെ രാഷ്ട്രീയമായി വലിയ രീതിയിൽ സഹായങ്ങൾ ചെയ്യുകയും അവർ തമ്മിൽ വളരെ വ്യക്തമായ ഒരു അന്തർധാര ഉണ്ടാവുകയും ചെയ്തിരുന്ന എക്കാലത്തും നമുക്കറിയാം. അപ്പോൾ അദ്ദേഹം എന്തുകൊണ്ടാണ് BDJS ഉണ്ടാക്കിയപ്പോൾ BDJSൻ്റെ തലപ്പത്തേക്ക് അദ്ദേഹം വരാതെ അദ്ദേഹം മകനെ അതിൽ പ്രതിഷ്ഠിച്ചതെന്ന് വെച്ചാൽ CPM ആയിട്ടൊരു വലിയ തരത്തിലുള്ള, അല്ലെങ്കിൽ പിണറായി വിജയനും പോലെയുള്ള ചില വളരെ പ്രഗത്ഭരായ നേതാക്കന്മാരുമായിട്ട് അദ്ദേഹത്തിനുണ്ടായ വലിയ ബന്ധമാണ് നമ്മൾ കാണാതെ പോയത്. അപ്പോൾ നമ്മളിതിൽ ഇപ്പം വളരെ അപ്രതീക്ഷിതമായിട്ട് അദ്ദേഹം ഈ വർഗീയത പറയുന്നതല്ല. അദ്ദേഹം നേരത്തെയും ഇത്തരത്തിലുള്ള വലിയ വർഗീയ കാഴ്ചപ്പാടോടുകൂടിയുള്ള പിന്തിരിപ്പനാശയങ്ങൾ, അതായത് വലിയ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ നേതാവായിട്ട് അദ്ദേഹം ഈ CPM തന്നെയാണ് അദ്ദേഹത്തെ വാഴ്ത്തിയത്. അദ്ദേഹം ഇപ്പോഴും ആ സീറ്റിലുണ്ട് എന്നാണ് നമുക്കറിയാവുന്നത്. ഇതൊരു പിരിച്ചുവിട്ടിട്ടില്ല, നവോത്ഥാന സമിതി പിരിച്ചുവിട്ടിട്ടില്ല. 5 വർഷത്തിലേറെയായിട്ട് നവോത്ഥാന സമിതി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്, അതിൻ്റെ തലപ്പത്ത് ഇദ്ദേഹം ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെയാണ് അദ്ദേഹം MV ഗോവിന്ദനെതിരെ, അല്ലെങ്കിൽ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിക്കെതിരെ നിശിതമായ ഭാഷയിൽ വിമർശിക്കുകയും ഈ വിമർശനം ഒരു തവണയല്ല പലതവണ തിരിച്ചും മറിച്ചുണ്ടായി. ഗോവിന്ദ മാഷ് ഈ വെള്ളാപ്പള്ളി നടേശനെ നിരന്തരമായി ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം ഈഴവ പ്രസ്ഥാനത്തെ, അല്ലെങ്കിൽ ഈ SNDP പ്രസ്ഥാനത്തെ കാവ്യവൽക്കരിക്കാൻ വേണ്ടി, വർഗീയവൽക്കരിക്കാൻ വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ കച്ചവടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ആരോപണം. ഇതിനുള്ള തിരിച്ചടിയായിട്ട് വളരെ കൃത്യമായി MV ഗോവിന്ദനെതിരെ മുങ്ങാൻ പോകുന്ന വഞ്ചിയിൽ നിന്ന് ഒരു വയസ്സ് തള്ളയെ എടുത്ത് ഇതിലിട്ട കഥയൊക്കെ പറഞ്ഞുകൊണ്ടാണ് വളരെ പ്രകടമായി MV ഗോവിന്ദനെതിരെ അതിശക്തമായ ഭാഷയിലാണ് അദ്ദേഹം വിമർശിച്ചത്. ഇതിൽ ഒരു വളരെ കൃത്യമായ അജണ്ട എന്താണെന്ന് പറഞ്ഞാൽ, ഈഴവരല്ലാത്ത ഒരു നേതാവ് CPMൽ അങ്ങനെ ഉയർന്നു വരേണ്ടതില്ല എന്നുള്ള വ്യക്തമായൊരു സന്ദേശമാണ്. നമ്മൾ കഴിഞ്ഞൊരു ചർച്ചയിൽ നമ്മളിത് പറഞ്ഞാണ്. എന്താണ് VM വാസവൻ എന്തുകൊണ്ടാണ് അദ്ദേഹം വിമർശിക്കാത്തത്? എന്തുകൊണ്ടാണ് പിണറായി വിജയൻ നല്ല നേതാവാണെന്നും അദ്ദേഹത്തിൻ്റെ ശൈലിയൊന്നും അല്ല പ്രശ്നമെന്ന് പറയുന്നത്? ഇതിൽ വളരെ വ്യക്തതയായ ഒരു കാഴ്ചപ്പാട് നമ്മൾ കാണേണ്ടത്, ഇത് ഈഴവരായ ആളുകൾ മാത്രം, അല്ലെങ്കിൽ ഈഴവരും അതുപോലെ തന്നെ തീയന്മാരും ഒക്കെ ആയിട്ടുള്ള നേതാക്കന്മാർ മതി CPMൽ നിന്നും, അല്ലാത്ത വിഭാഗങ്ങളൊന്നും CPMൽ നേതാക്കന്മാരായി വരേണ്ടതില്ല എന്നുള്ള വ്യക്തമായ സന്ദേശമാണ് ഇദ്ദേഹം കൊടുക്കുന്നത്.
പിന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു അജണ്ട എന്ന് പറയുന്നത് ഞാൻ ഇടതുപക്ഷത്തിനൊപ്പമാണ് എന്നുള്ള സന്ദേശം ഇടക്കിടക്ക് പറയുകയും എന്നാൽ ഇടതുപക്ഷ വിരുദ്ധമായ നിലപാടുകൾ മാത്രം സ്വീകരിക്കുകയും പ്രഖ്യാപനങ്ങൾ ഇടക്കിടക്ക് പുറപ്പെടുവിക്കുകയൊക്കെ ചെയ്യുന്ന വളരെ പിന്തിരിപ്പൻ ആശയങ്ങളുള്ള ഒരു സമുദായ നേതാവാണ് വെള്ളാപ്പള്ളി നടേശൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മളിതിൽ വളരെ ഇപ്പോൾ എന്താണ് അദ്ദേഹത്തിനെ പ്രകോപിപ്പിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ CPM അനുഭാവികളായ SNDP-ക്കാരുടെ ഒരു യോഗം വിളിക്കാൻ വേണ്ടി CPM തീരുമാനിച്ചിരിക്കുന്നുള്ളതാണ്. അതായത് CPM-ൽ നിന്നും CPM-ന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് നമുക്കറിയാം, എക്കാലത്തും CPM-നെ നിലനിർത്തിയിരിക്കുന്നത് SNDP-യോട് ഒപ്പം നിന്നിരുന്ന അല്ലെങ്കിൽ ഈഴവ സമുദായങ്ങളാണ് എന്നുള്ളത് നമുക്ക് ഏതാണ്ട് ഒരു 80% ഈ പാർട്ടി മെമ്പർഷിപ്പിലുള്ളവരും നേതാക്കന്മാരും ഒക്കെ നേരത്തെ ഈഴവരായിരുന്നു. അതിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു, ഇക്വേഷൻ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു വലിയൊരു പ്രശ്നമാണ് SNDP പ്രസ്ഥാനം അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ ഏറ്റവും വലിയ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. സാർ, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ MV ഗോവിന്ദൻ മാസ്റ്റർ പൂർണ്ണമായും വെള്ളാപ്പള്ളി നടേശനെതിരെ ശക്തമായ ആരോപണങ്ങളുമായിട്ടാണ് രംഗത്ത് വന്നിട്ടുള്ളത്. അതേസമയം ഈ വെള്ളാപ്പള്ളി നടേശൻ പൂർണ്ണമായിട്ടും പിണറായി സ്തുതികൾ നടത്തിക്കൊണ്ടാണ് രംഗത്ത് വന്നിട്ടുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം അനുമാനിക്കാനായിട്ട് സാധിക്കും. കാരണം CPM-നകത്ത് MV ഗോവിന്ദനും പിണറായി വിജയനും എന്ന രണ്ട് പക്ഷം ഉണ്ട് എന്നും അതല്ല എങ്കിൽ ഇങ്ങനെ രണ്ട് പക്ഷത്തെ സൃഷ്ടിക്കാൻ വെള്ളാപ്പള്ളി നടേശൻ ആഗ്രഹിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. കാരണം അതല്ല എങ്കിൽ ഒരു വശത്ത് പിണറായി വിജയന് സ്തുതി പാടുകയും അതോടൊപ്പം തന്നെ നവോത്ഥാന കമ്മിറ്റിയുടെ ചെയർമാനൊക്കെ ആയിട്ട് ഇദ്ദേഹം ഇരിക്കുകയും ചെയ്യുന്നു, മറുവശത്ത് MV ഗോവിന്ദനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ പടച്ചുവിടുകയാണ്. അപ്പോൾ അതിനർത്ഥം ഒന്നുകിൽ ഈ CPM-ന് അകത്ത് തന്നെ പിണറായി പക്ഷവും ഗോവിന്ദൻ പക്ഷവും രണ്ട് പക്ഷങ്ങൾ നിലവിൽ വന്നു കഴിഞ്ഞു. അതല്ല എങ്കിൽ അങ്ങനെ രണ്ട് പക്ഷമാക്കുവാൻ CPM-ന് അകത്ത് രണ്ട് പക്ഷത്തെ സൃഷ്ടിക്കാൻ വെള്ളാപ്പള്ളി നടേശൻ ആഗ്രഹിക്കുന്നു. ഇതിലേതായിരിക്കും? അല്ലെ, വെള്ളാപ്പള്ളി നടേശന് വളരെ വ്യക്തമായ അജണ്ടയുണ്ട് ഇതിൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞ അജണ്ടയാണ്. അതായത് CPM-ന്റെ തലപ്പത്ത് വരുന്നവർ ഒന്നുകിൽ ഈഴവരായിരിക്കണം അല്ലെങ്കിൽ തീയന്മാരായിരിക്കണം. അതായത് വടക്കുള്ള തീയന്മാരും തെക്കുള്ള ഈഴവന്മാരും മതി എന്നുള്ള അതിനൊക്കെ അപ്പുറത്തേക്കുള്ളൊരു രാഷ്ട്രീയം നമ്മൾ ഇതിനകത്ത് കാണേണ്ടതുണ്ട്. കാരണം ഇദ്ദേഹം പൂർണ്ണമായിട്ടും CPM-നകത്ത് ഒരു ഭിന്നിപ്പുണ്ടാക്കാനും അതേസമയം തന്നെ കോൺഗ്രസിനകത്ത് ഭിന്നിപ്പുണ്ടാക്കാനും, അതായത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ കോൺഗ്രസിൽ നിന്ന് അകറ്റി ഇദ്ദേഹം ലക്ഷ്യം വെക്കുന്നത് NDA തന്നെയാണ്. NDAക്ക് നേട്ടമുണ്ടാക്കി കൊടുക്കുക എന്നൊരു വലിയ ലക്ഷ്യം ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ ഓരോ പ്രസ്താവനകൾക്ക് പിന്നിലുണ്ട് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പോൾ ഈ MV ഗോവിന്ദൻ എന്ന് പറയുന്നത് CPM-ന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്, സംസ്ഥാന സെക്രട്ടറിയാണ്. ഈ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിക്കെതിരെ നിശിതമായ വിമർശനങ്ങൾ പടച്ചുവിടുന്നു, അതേസമയം തന്നെ മുഖ്യമന്ത്രിയെ പുകഴ്ത്തുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെയാണ് അപ്പുറത്ത് കോൺഗ്രസിൽ നിന്ന് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അകന്നു തുടങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നത്. അല്ല, ഇപ്പൊ ഇത് രണ്ടും പുള്ളി ലക്ഷ്യം വെക്കുന്നത് BJP-യിലേക്ക് വോട്ട്. അതായത് ഗോവിന്ദൻ മാഷ് പറഞ്ഞ ആ ഒരു ഇത് നമ്മൾ കടമെടുക്കേണ്ടി വരും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ CPM അണികളായിട്ടുള്ള SNDP-ക്കാരെ BJP-യിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന ഒരു പണിയാണ് ഇപ്പൊ SNDP-യുടെ ജനറൽ സെക്രട്ടറി ചെയ്യുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ല, അങ്ങനെ അത്രത്തോളം വലിയ രാഷ്ട്രീയ അജണ്ടയൊന്നും നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു സമുദായ നേതാവല്ല വെള്ളാപ്പള്ളി നടേശൻ നമ്മൾ കാണേണ്ടത്. ഇപ്പം എന്തുകൊണ്ട് ഇത്തവണ BJP-ക്ക് വോട്ടുകൾ ഗണ്യമായി കൂടി, എത്ര വലിയ രീതിയിൽ കൂടി എന്ന് ചോദിച്ചാൽ അത് ഭരണവിരുദ്ധ വികാരം മാത്രമാണ്. അല്ലാതെ ഏതെങ്കിലും തരത്തിൽ SNDP വിഭാഗങ്ങൾ പൂർണ്ണമായും BJP-യിലേക്ക് എത്തിയെന്നോ അല്ലെങ്കിൽ BJP-യെ കൂടുതൽ ഇഷ്ടപ്പെട്ടു തുടങ്ങിയോ അതൊന്നുമല്ല യഥാർത്ഥത്തിൽ. വിയോജിപ്പുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആലപ്പുഴ മത്സരിച്ചത് ശോഭാ സുരേന്ദ്രൻ. അതെ, ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിട്ട് വെള്ളാപ്പള്ളി നടേശന്റെ പൂർണ്ണ പിന്തുണ ശോഭാ സുരേന്ദ്രനായിരുന്നു. അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രൻ അവിടെ ഗണ്യമായ ഒരു വോട്ട് വർധനവ് അവിടെ കൊണ്ടുവന്നു എന്നുള്ളത് നമ്മൾ കാണാതെ പോകും. അതൊരു രാഷ്ട്രീയപരമായിട്ട് തന്നെ നമ്മളിൽ കാണണം. അല്ലാതെ ഇതൊരു ജാതി രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും വോട്ടുകൾ അവിടെ കൂടിയെന്ന് പറയുന്നത് തെറ്റാണ്. കാരണം ശോഭാ സുരേന്ദ്രന് വെള്ളാപ്പള്ളി നടേശന്റെ പിന്തുണയുണ്ടായിരുന്നു എന്നുള്ള സത്യം തന്നെയാണ്. പക്ഷേ ശോഭാ സുരേന്ദ്രനോട് വോട്ട് ചെയ്യണം എന്ന് വെള്ളാപ്പള്ളി നടേശൻ എല്ലാ ഈഴവരോടും പറഞ്ഞ് എല്ലാ ഈഴവരും പോയി അങ്ങ് വോട്ട് ചെയ്യുന്ന ആ ഒരു സിസ്റ്റം ഒന്നും യഥാർത്ഥത്തിൽ കേരളത്തിലില്ല. അങ്ങനെ ഒരു സമുദായ നേതാവിനും അങ്ങനെ വലിയ രീതിയിൽ സ്വാധീനവും കേരളത്തിലില്ല. കേരളത്തിൽ ഇത്തവണ സംഭവിച്ച വോട്ടിംഗ് പാറ്റേൺ എടുത്ത് നോക്കിയാൽ നമുക്കറിയാം, കൃത്യമായ ഭരണവിരുദ്ധ വികാരം മാത്രമായിരുന്നു. CPM-നോടും അതുപോലെ തന്നെ പിണറായിയോടുള്ള കടുത്ത വിയോജിപ്പുള്ള പാർട്ടിക്കാരായ ഈ എല്ലാ ആളുകളും വോട്ട് ചെയ്യുന്നുണ്ട്. വെറും ഈഴവ മാത്രമല്ല വോട്ട് ചെയ്തിട്ടുള്ളത് BJP-ക്ക്, എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും വോട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ കാണണം. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ നായന്മാരുള്ള സ്ഥലമല്ലേ, ഇദ്ദേഹത്തിന് കിട്ടിയ വോട്ടിന്റെ ശതമാനം എടുത്ത് നോക്കൂ, രാജീവ് ചന്ദ്രശേഖരന് കിട്ടിയ വോട്ടിന്റെ ശതമാനം എടുത്ത് നോക്കൂ.
അപ്പം യഥാർത്ഥത്തിൽ പല സ്ഥലങ്ങളിലും പല ഇക്വേഷൻസാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനൊരു ടോട്ടാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഭരണവിരുദ്ധ വികാരം തന്നെയായിരുന്നു. CPM-നോടും ഒപ്പം തന്നെ കോൺഗ്രസിനോടുള്ള വിയോജിപ്പ് ഒരേപോലെ നിന്നപ്പോൾ അവർ മൂന്നാമതൊരു കക്ഷി എന്നുള്ള രീതിയിലാണ്, ഒരു സെക്കൻഡ് ഓപ്ഷൻ എന്നുള്ള രീതിയിലാണ് അവർ BJP സ്ഥാനാർത്ഥിക്ക് പല സ്ഥലങ്ങളിലും വോട്ട് ചെയ്തത്. പല സ്ഥലങ്ങളിലും BJPക്ക് കോൺഗ്രസ് നിന്നും വോട്ട് കിട്ടിയിട്ടുണ്ട്, പിന്നെ CPM എന്ന് വോട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ CPM എന്ന് കുറച്ചധികം CPM-ന് പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരുന്ന വലിയ വോട്ട് BJPക്കും കോൺഗ്രസിനും ഒക്കെ സ്പ്ലിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ്. ഇപ്പൊ മാരാരിക്കുളം ഒക്കെ ഉൾപ്പെടുന്ന പാർട്ടി ഗ്രാമങ്ങളുണ്ട്, കണ്ണൂർ മാത്രമല്ല. മാരാരിക്കുളത്ത് നമ്മൾ കാണേണ്ടത് സാക്ഷാൽ VS അച്യുതാനന്ദനെ തോൽപ്പിച്ചിട്ടുള്ള പാർട്ടി പ്രവർത്തകരുള്ള സ്ഥലം കൂടി നമ്മൾ കാണണം. VS അച്യുതാനന്ദൻ പ്രതാപിയായിരിക്കുന്ന സമയത്ത് VS അച്യുതാനന്ദനെ തോൽപ്പിക്കുകയും ആ തവണ CPM അധികാരത്തിൽ വരികയും ചെയ്തു. അദ്ദേഹം തന്നെ അത്ഭുതപ്പെട്ടു പോയിട്ട് 3 ദിവസം അദ്ദേഹത്തിന് ബോധം ഉണ്ടായിട്ടില്ല. കാരണം വളരെ ഒരു തമാശക്ക് പോയി നിന്നൊരു സ്ഥാനാർത്ഥി ജയിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പാർട്ടി ഗ്രാമങ്ങളിൽ പോലും ഒരു നേതാവിന് അല്ലെങ്കിൽ ഇഷ്ടമല്ലാത്ത ചില കക്ഷികൾ സ്ഥാനാർത്ഥിയായി വരുന്ന സമയത്ത് അവർ പ്രകടമായി ഒരിക്കലും വിയോജിപ്പ് പ്രകടിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് വോട്ട് ചെയ്ത് അവരെ തോൽപ്പിക്കുക, എതിരാളികൾക്ക് വോട്ട് ചെയ്ത് സ്വന്തം സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുക എന്നുള്ള എല്ലാ കാലത്തും അവർ പ്രായോഗികമായി നടപ്പിലാക്കിക്കൊണ്ടിരുന്ന പദ്ധതി ഇന്ന് കേരളത്തിൽ ഇത്തവണ എല്ലാ സ്ഥലങ്ങളിലും നടപ്പിലാക്കി എന്നുള്ളതാണ് ഇതിൽ വിഷയം. അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ ഒരു പ്രഖ്യാപനം നടത്തി കഴിഞ്ഞാൽ എല്ലാ ഈഴവന്മാരും പോയി CPM-ന് വോട്ട് ചെയ്യുന്നോ, ഇനി CPM-ന് വോട്ട് ചെയ്യേണ്ട നിങ്ങൾ BJPക്ക് പോയി വോട്ട് ചെയ്യുന്ന പറഞ്ഞാൽ BJPക്ക് പോയി വോട്ട് ചെയ്യുന്ന അത്തരത്തിലുള്ള അടിമ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത്രേ ഉള്ളൂ. അത് വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എക്കാലത്തും വിവാദങ്ങൾ ഉണ്ടാക്കി, അതാ ഞാൻ നേരത്തെ പറഞ്ഞു, വിവാദങ്ങൾ ഭക്ഷിച്ച് എല്ലാ കാലത്തും നല്ല ഊർജ്ജസ്വലനായി നിൽക്കുന്ന ഒരു സമുദായ നേതാവ് മാത്രമാണ് വെള്ളാപ്പള്ളി നടേശൻ. അല്ലാതെ നമ്മൾ നോക്കണം, വെള്ളാപ്പള്ളി നടേശന്റെ ദീർഘകാലമായിട്ടുള്ള പല പ്രസ്താവനകളും നിലപാടുകളൊക്കെ എത്ര വിചിത്രമായിരുന്നു. നമ്മൾ നിറം മാറിക്കൊണ്ടേയിരിക്കുന്ന ആളാണ്. അപ്പൊ ഇപ്പൊ ഏതാണ് ഏറ്റവും ഗുണകരമായത് എന്നുള്ളതാണ് അത് നോക്കുന്നത്. അപ്പൊ ഇപ്പം ഗോവിന്ദ മാഷിനെ ആക്രമിക്കുന്നതാണ് നല്ലതെന്ന് തോന്നി ഗോവിന്ദ മാഷിനെ ആക്രമിക്കുന്നു. അത് പിണറായി വിജയൻ ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ പിണറായി വിജയൻ ഇപ്പൊ 3 തവണ ഗോവിന്ദ മാഷിനെതിരെയും അതുപോലെ തന്നെ CPM-നെതിരെയും അതിശക്തമായ നിലപാടുകൾ പ്രഖ്യാപിച്ച ആളാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ. എന്തുകൊണ്ടാണ് പിണറായി വിജയൻ എന്നുള്ള മുഖ്യമന്ത്രി ഇദ്ദേഹത്തിന്റെ ഈ ഇത്തരത്തിലുള്ള പ്രസംഗങ്ങൾക്കെതിരെ ഒരു തരത്തിലുള്ള പ്രതികരണം ഉണ്ടാവാത്തത് നമ്മൾ എടുത്തു നോക്കേണ്ടതുണ്ട്. 3 തവണ വെള്ളാപ്പള്ളി നടേശൻ CPM-നെ ആക്രമിച്ചപ്പോഴും മുഖ്യമന്ത്രി മൗനം പാലിച്ചു. അതേസമയം നമ്മൾക്കറിയാം, നമ്മുടെ പിതാവ് ഒരു ചെറിയൊരു അഭിപ്രായ പ്രകടനം നടത്തിയപ്പോൾ അദ്ദേഹത്തിനെതിരെ അതിശക്തമായ നിലപാടുകൾ സ്വീകരിച്ചു. കേരളത്തിൽ ആകമാനം എന്ത് വിഷയം ഉണ്ടായാലും വളരെ ചെറിയ പ്രതികരണങ്ങൾക്ക് പോലും ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ യഥാർത്ഥത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി വേണം CPM ഇടപെടാൻ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എന്ന് പറഞ്ഞാൽ ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറഞ്ഞ വാപോയ കോടാലിയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഈ കേരളത്തിന്റെ സാമുദായികമായ ഒരു ഐക്യമോ അല്ലെങ്കിൽ ഇവിടെ കേരളത്തിൽ സമാധാനം നിലനിൽക്കണമെന്നുള്ള ആഗ്രഹമൊന്നുമുള്ള ഒരു നേതാവല്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ സമുദായ നേതാവായി വിലസണം എന്നും SNDP പ്രസ്ഥാനത്തിന്റെ തലപ്പത്ത് എല്ലാ കാലത്തും മരിക്കുന്നത് വരെ ഇരിക്കണം എന്നൊക്കെ ആഗ്രഹം മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി എന്തും എവിടെയും പുള്ളി കലക്കാൻ വേണ്ടി പോവും, ഏത് രീതിയിൽ നിലപാട് സ്വീകരിക്കും, ആരെ വേണമെങ്കിലും പുള്ളി പുകഴ്ത്തുകയും ചെയ്യും, ഇകഴ്ത്തുകയും ചെയ്യും. അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക തരത്തിലുള്ള മെയ്വഴക്കമാണ്. അപ്പോൾ വളരെ തന്ത്രശാലിയായ ഒരു സമുദായ നേതാവ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ കൈകാര്യം ചെയ്യുന്നതിലൊക്കെ വളരെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കുറച്ചും കൂടി കൗശലം പ്രകടിപ്പിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആരെയും തെറി വിളിക്കും. ഇപ്പം ക്രിസ്ത്യൻ സമുദായം കോൺഗ്രസിൽ നിന്ന് അകന്നു, UDF നിന്ന് അകന്നു എന്നൊക്കെയുള്ള ഒരു പ്രസ്താവന നടത്തുന്നതിന് അടിസ്ഥാനമൊന്നുമില്ല. ഒരടിസ്ഥാനമില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷേ അദ്ദേഹം ആ പ്രസ്താവന നടത്തും. അങ്ങനെ നമ്മൾ വോട്ടിംഗ് പാറ്റേണിൽ എവിടെയെങ്കിലും കണ്ടതായിട്ട് അറിയോ? ആകെ അദ്ദേഹം പറയുന്നത് എന്താണ്? തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചത് ക്രിസ്ത്യൻ വോട്ടുകൾ മേടിച്ചാണ്, അതുകൊണ്ടാണ് അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി തോറ്റുപോകാനുള്ള കാരണം, 3ാം സ്ഥാനത്തേക്കൊക്കെ പോകാനുള്ള കാരണം എന്നുള്ളതാണ് അദ്ദേഹം ആരോപിക്കുന്നത്. യഥാർത്ഥത്തിൽ തൃശ്ശൂരിൽ പല ഇക്വേഷൻസ് ഉണ്ടെന്ന്. അത് മാത്രമല്ല, തൃശ്ശൂരിൽ M ബ്ലോക്കായിട്ട് ക്രിസ്ത്യൻ വോട്ടുകൾ സുരേഷ് ഗോപിക്ക് കിട്ടി എന്നുള്ളതിന് എന്തെങ്കിലും തെളിവുകളുണ്ടോ? ഒന്നുമില്ല, ഒരു തെളിവുമില്ല. ആരെവിടെ എങ്ങനെ വോട്ട് ചെയ്തു എന്നുള്ള തെളിവൊന്നുമില്ല. അപ്പം സുരേഷ് ഗോപി തന്നെ അതിന് വേണ്ടിയിട്ട് വലിയ പ്രവർത്തനം നടത്തിയിട്ട് മാതാവിന് കിരീടം സമർപ്പിച്ചത് ജയിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് വലിയ തോതിലുള്ള മറ്റ് ഉപഹാരങ്ങൾ സമർപ്പിക്കാം എന്നൊക്കെ പ്രാർത്ഥന നടത്തുകയും നമുക്കറിയാം ജയിച്ചതിന് ശേഷം പള്ളിയിൽ പോയിട്ട് അദ്ദേഹം കുർബാനയിലൊക്കെ പങ്കെടുക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ സുരേഷ് ഗോപി തന്നെ അത്തരത്തിൽ പ്രചരിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ക്രിസ്ത്യൻ വോട്ടുകളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയത് എന്നുള്ളത് സുരേഷ് ഗോപി വളരെ മനഃപൂർവ്വം പ്രചരിപ്പിക്കുന്നതാണ്.
ഇത് കൃത്യമായി ഈ സുരേഷ് ഗോപിന്റെ PR വർക്കാണ് യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിൽ ആകമാനം UDF നിന്നും ക്രിസ്ത്യൻ വിഭാഗം അകന്നുപോയി എന്നൊക്കെയുള്ള പ്രസ്താവന ശരിക്കും പറഞ്ഞാൽ തെറ്റാണ്. അങ്ങനെയുള്ള ഒരു നിരുത്തരവാദപരമായ ഒരു പ്രതികരണമാണ്. അതുകൊണ്ട് അതിൻ്റെ ഒന്നും പുറകെ ഇവരൊന്നും പോവാതിരിക്കുന്നതാണ് ഇവർക്ക് നല്ലതെന്നുള്ളതാണ് ഇതിൽ പറയാനുള്ളത്. ഏതായാലും ഗോവിന്ദ മാഷിനോട് ഒന്ന് മാത്രമേ പറയാനുള്ളൂ. അങ്ങയുടെ മുഖ്യമന്ത്രി മോഹം എങ്ങനെയോ പിണറായി വിജയൻ അറിഞ്ഞിട്ടുണ്ട്. ആ പിണറായി വിജയൻ നിങ്ങൾക്കെതിരെ ഇറക്കിയിരിക്കുന്ന ഒരു അസ്ത്രമാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ. വെള്ളാപ്പള്ളി നടേശൻ വെട്ടുന്ന കുഴിയിൽ പോയി അങ്ങ് ചാടാതിരിക്കുക. നിർത്തട്ടെ. നന്ദി, നമസ്കാരം.